നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറിച്ചി കക്കുഴി പാടശേഖരത്തിൽ നെല്ലെടുക്കാൻ നടപടിയില്ല. വിഷുദിനത്തിൽ ഉപവാസ സമരം നടത്തി കർഷകർ. വേനൽ മഴ ശക്തമായാൽ ഒരു വർഷത്തെ അധ്വാനം പാഴാകുമെന്ന് ആശങ്ക. വേനൽ കടുത്തതോടെ കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിയോസ്കുകളിൽ കുടിവെള്ളം എത്തിച്ച് താൽക്കാലിക പരിഹാരം കാണണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ്. വിഷു ആഘോഷിച്ച് മലയാളികൾ. കണിക്കൊന്നയും ധാന്യശേഖരവും കണ്ട് സമൃദ്ധി പ്രതീക്ഷിച്ച് കേരളക്കര. വിശദമായ വാർത്തകളിലേക്ക്. കുറിച്ചി കക്കുഴി ആലപ്പാട്ടുചാൽ 40 ഏക്കർ പാടശേഖരത്തിലെ നെല്ലെടുക്കുവാൻ ഇതുവരെയും നടപടിയായില്ല. കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് കൂട്ടിയിട്ട സ്ഥലത്ത് വിഷുദിനത്തിൽ കർഷകർ ഉപവാസ സമരം നടത്തി. പാടശേഖരത്തിനോട് ചേർന്നാണ് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നത്. വേനൽ മഴ ശക്തമായാൽ ഒരു വർഷത്തെ അധ്വാനം നഷ്ടത്തിലാകും എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. 23 ദിവസമായി പാടശേഖരത്തിൽ നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. മില്ലുടമകളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്ന് തിങ്കളാഴ്ച പാടി ഓഫീസർ കർഷകർക്ക് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെയാണ് കർഷകർ ഉപവാസ സമരം നടത്തിയത്. 10% കിഴിവിലെ നെല്ലെടുക്കാൻ കഴിയൂ എന്ന് മില്ലുടമകൾ അറിയിച്ചതോടെ തിങ്കളാഴ്ച കർഷകർ പാടി ഓഫീസ് ഉപരോധിച്ചിരുന്നു. നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികളും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കുറിച്ചി പഞ്ചായത്തിലെ അംഗങ്ങളും ചേർന്ന് പാടി ഓഫീസറുമായി നടത്തിയ ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പാടി ഓഫീസർ പറഞ്ഞത്. ഇതനുസരിച്ച് കർഷകർ സമരം അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. പാടി ഓഫീസറുടെ വാക്ക് വിശ്വസിച്ച് മില്ലുകാർ എത്തുമെന്ന് കരുതി കർഷകർ പാടശേഖരത്ത് കാത്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് സമരം നടത്തുവാൻ തീരുമാനിച്ചത്. പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സമരം വീണ്ടും ആരംഭിക്കുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നെൽ കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധിയുടെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. നെല്ലെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ, നെല്ല് സംഭരിക്കേണ്ട ഗവൺമെൻറ് സംഭരിക്കാത്ത അവസ്ഥ, സംഭരിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന മില്ലുകാരോട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരും മില്ലുകാരും പാടി ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള വലിയ ഒരു കിഴിവ് കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കർഷകരുടെ നെല്ലെടുക്കാത്തത്. ആ നെല്ലെടുക്കാതിരുന്ന് മഴ വരുന്ന ഭയം മൂലം എത്ര കിലോയാണെങ്കിലും കിഴിവ് കൊടുത്ത് കർഷകർ മില്ലുകാർ നെല്ലെടുത്തോണ്ട് പോകട്ടെ എന്നുള്ള വിചാരമാണ് കർഷകർക്കുള്ളത്. അതുകൊണ്ട് കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നെല്ല് കൊള്ളയടിക്കുന്ന ഈ മില്ലുകാരുടെയും പാടി ഓഫീസർമാരുടെയും സമീപനത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വിഷുദിനത്തിൽ കർഷക സമൃദ്ധിയുടെ ഈ വലിയ ആചരണം നടക്കുന്ന ഈ വിഷുദിനത്തിൽ ഇങ്ങനെ ഒരു ഉപവാസവുമായിട്ട് കർഷകർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വേനൽ കടുത്തതോടെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് കുട്ടനാട്ടിന്റെ പല പ്രദേശത്തും അനുഭവപ്പെടുന്നത്. അതിനാൽ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കുകളിൽ ശുദ്ധജലം എത്തിച്ച് താൽക്കാലിക കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമടം ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പല പ്രദേശങ്ങളിലും വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കിയോസ്കുകളിൽ ഒന്നിലും നാളിതുവരെയായും മുൻപ് ജലവിതരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 2-3 വർഷങ്ങളായി കിയോസ്കുകളിലൂടെ ശുദ്ധജല വിതരണം നടത്തുന്നില്ല. ഇത് ഇവിടുത്തെ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജനങ്ങൾക്ക് കുടിവെള്ളം ഏറ്റവും അധികം ആശ്രയിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളിലും സ്ഥലങ്ങളിലുമാണ് ഈ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല പ്രദേശങ്ങളുടെയും ഇടവഴികളിലും മെയിൻ റോഡിൻ്റെ സൈഡിലുമൊക്കെ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അടിയന്തിരമായി പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഈ കിയോസ്കുകളിൽ ശുദ്ധജലം എത്തിക്കുവാൻ സർക്കാർ സംവിധാനത്തിലൂടെ തയ്യാറാകണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, കുട്ടനാട്ടിലെ തോടുകളും ആറുകളും നദികളുമൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും കൈ കഴുകുവാൻ പോലും ഈ തോട്ടിലെ ഒന്നും വെള്ളം ഉപയോഗിക്കുവാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്ന് കുട്ടനാട്ടിലുള്ളത്.
ഇവിടുത്തെ ജലാശയങ്ങൾ പൂർണ്ണമായും മലിനപ്പെട്ട് കിടക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ അടിയന്തര ആവശ്യമായ അത്യാവശ്യത്തിന് വേണ്ടുന്നതായ വെള്ളം, കുടിക്കുവാനുള്ള വെള്ളം അടിയന്തരമായി ഈ കിയോസ്കുകളിലൂടെ വിവിധ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കിയോസ്കുകളിലൂടെ ശുദ്ധജലം എത്തിക്കുവാൻ പഞ്ചായത്തുകൾ തയ്യാറാകണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. ജലം പാഴാകാതെയും പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് കിയോസ്കുകളിലൂടെ ജലവിതരണം. ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറം ചൂട് വർദ്ധിക്കുന്നതിനാൽ ആളുകൾ കൂടിച്ചേരുന്ന ബസ് സ്റ്റാൻഡുകളിലും പൊതു ഇടങ്ങളിലും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ തണ്ണീർപ്പന്തലുകൾ ആരംഭിക്കണം. കുട്ടനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുവാനും AC കനാൽ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ആവശ്യപ്പെട്ടു. കനാൽ സംരക്ഷണ സമിതി രക്ഷാധികാരി MB വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സദസ്സ് ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം ഉദ്ഘാടനം ചെയ്തു. അലക്സാണ്ടർ പുത്തൻപുര, സിബി മൂലംകുന്നം, ഡോക്ടർ ടോം ജോസഫ് ചമ്പക്കുളം, സാബു കോയിപ്പള്ളി, മുട്ടാർ സുരേന്ദ്രൻ, ലാലിച്ചൻ തുരുത്തേൽ, അപ്പച്ചൻകുട്ടി, ആശാപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമായ വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് മലയാളികൾ. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള മലയാളി മനസ്സിന്റെ പ്രതീക്ഷ കൂടിയാണ് ഇത്. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള മലയാളി മനസ്സിന്റെ പ്രതീക്ഷ കൂടിയാണിത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷവും വിഷു തന്നെ എന്ന് പറയാം. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന്റെ പ്രധാന ആകർഷണമാണ്. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപുലരിയിൽ മലയാളി കൺ തുറക്കുന്നത്. വിളവെടുപ്പ് ഉത്സവം എന്ന് പേരുള്ളത് കൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുൻപിൽ ഓട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത്. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിന് മുന്നിൽ ഒരുക്കി വയ്ക്കുന്നു. രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങളും കൃഷ്ണന്റെ പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ എന്നിവയും വെക്കാറുണ്ട്. വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും 2 വിശ്വാസങ്ങളാണ് നിലനിൽക്കുന്നത്. തിന്മയുടെ പ്രതീകമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന്റെ ആഘോഷമാണ് വിഷു എന്നാണ് ഒരു ഐതിഹ്യം. രാവണന്റെ ഭരണകാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും രാവണവധത്തിന് ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ സ്മരണയ്ക്കായി വിഷു ആഘോഷിക്കുന്നുവെന്നും കരുതപ്പെടുന്നു. ചെമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ കൊക്കണം പാടശേഖരത്തിൽ തീപിടുത്തം. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് ആരോ കച്ചിക്ക് തീയിട്ടത് കാറ്റത്ത് ആളിപ്പടരുകയായിരുന്നു. 160 ഏക്കറോളം വരുന്ന പാടശേഖരത്തിന്റെ വശങ്ങളിൽ കൊയ്ത നെല്ല് കൂട്ടിയിരുന്നു. ഈ നെല്ലിനും തീ പടർന്നത് കർഷകർക്ക് ആശങ്ക സൃഷ്ടിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. 170 കൃഷിക്കാരുള്ള ഒരു ഏരിയയാണ് ചെമ്പക്കുളം 13-ാം വാർഡിലെ കൊക്കണം പാടം എന്ന് പറയുന്ന ഈ ഒരു 140 ഏക്കറുള്ള ഈ വലിയ ഒരു പാടം. ഇവിടെ അത് ഈ സമയത്ത് ഞാൻ നിൽക്കുമ്പോഴും ഇവിടെ വലിയ ഒരു ചൂടാണ്. ഇവിടെ അറിയോ, ഈ ചൂടിന്റെ സമയത്ത് പോലും ഈ നെല്ലുകളൊന്നും ഇന്നുവരെ കയറിപ്പോയിട്ടില്ല. ഇവിടെ നമുക്കറിയാം, ഈ കാണുന്ന പടുതായ്ക്ക് മേളിൽ തന്നെ തീ പിടിച്ച് വളരെ മോശമായൊരവസ്ഥയിലേക്ക്. കാരണം ഇപ്പം നെല്ലിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിക്ക് നെല്ലെടുക്കുന്നില്ല, എടുത്താൽ തന്നെ നമുക്ക് അതിന്റെ വേണ്ടപ്പെട്ട ആ വില കിട്ടുന്നില്ല, അതിനൊരു കാലതാമസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ ഇവിടെ ഉണ്ടായത്. ആരാണെങ്കിലും ഈ ചെയ്തത് വളരെ മോശമായി പോയി. കാരണം ഈ നെല്ലൊന്ന് കയറിപ്പോയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ തെറ്റാണ്. നേരത്തെ തന്നെ കളക്ടർ ഓർഡർ ഉണ്ട്, കൃഷിയിടങ്ങളിൽ കൊയ്ത്തിന് ശേഷം ഒരിക്കലും നിങ്ങൾ തീയിടരുത്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ആരോ കച്ചിക്ക് തീയിട്ടതാണ് പ്രദേശത്ത് വലിയ തോതിൽ തീപിടുത്തത്തിന് കാരണമായത്. പാടത്തുണ്ടായ കാറ്റിൽ തീ നിയന്ത്രണാതീതമായി പടരുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രിച്ചത്. ഫയർഫോഴ്സിന്റെ വാഹനം പാടശേഖരത്തിലേക്ക് എത്താത്തത് വലിയ പ്രതിസന്ധി തീർത്തു. 110ഓളം കർഷകരാണ് ഈ പാടത്ത് കൃഷി ചെയ്തത്. നെല്ലെടുത്ത് തീരുന്നതിന് മുമ്പായിട്ട് മറ്റു കൃഷിക്കാരോ കച്ചി കത്തിക്കാൻ വേണ്ടി തീ ഇട്ടതാണ്. പാടം മൊത്തം കത്തി, റോഡിൽ കിടന്ന നെല്ല് വരെ കത്തിപ്പോയി. കൃഷിയാണെങ്കിൽ നഷ്ടത്തിലാണ്. 10 കിലോ കിഴിവും കൊടുത്തൊക്കെയാണ് ഇത് നെല്ലെടുത്തോണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിലാണ് ഈ തീയുടെ വെച്ച് നെല്ല് ഇങ്ങനെ കത്തിക്കരിഞ്ഞു പോയത്. കച്ചി തീയിടുകയും പിന്നെ അതുപോലെ തന്നെ ഈ ചൂടിൻ്റെ സമയത്ത് തീയിട്ടിട്ട് പാടത്ത് നടുക്കുള്ള വീട്ടുകാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടുകയും
രോഗികളുള്ളവരുണ്ട്, പ്രായമായവരുണ്ട്. 4 വശം വഴി തീയ. കൊയ്തു കൂട്ടിയ നെല്ലിനും തീ ചെറിയ തോതിൽ പടർന്നിരുന്നു. കൊയ്ത പാടത്ത് ഇത്തരത്തിൽ കർഷകർ തീയിടുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നത് നിലനിൽക്കുമ്പോഴാണ് കുട്ടനാടൻ പാടശേഖരത്തിൽ തുടർച്ചയായി ഇങ്ങനെ തീയിടുന്നതും അത് വലിയ രീതിയിൽ ഭീഷണിയായി മാറുന്നതും. കൃഷി കഴിഞ്ഞതിന് ശേഷം തീയിട്ടതാണ്, ആരാന്നറിയില്ല. തീ പിന്നെ ഇപ്പം കാറ്റും ഇതൊക്കെ ഇപ്പം ഇത്രയും ചൂടിൻ്റെ ഇതിൽ അങ്ങ് പടർന്ന് കൊക്കണപ്പാടം മുഴുവൻ തീയിൽ ആയിരുന്നു. പിന്നെ ഇവിടെ നടുക്ക് പാടശേഖരത്തിന് നടുക്ക് വീടുകളുണ്ട്, അവിടെ എല്ലാവരും രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും ശ്വാസം മുട്ടലും ഇതൊക്കെ അതിനെ തുടർന്ന് എന്നെ വിളിക്കുകയും ഇതൊക്കെ ചെയ്തതിനെ വെറുതെ ഞാൻ ആലപ്പുഴ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സുകാർ ഉടനെ വരികയും ചെയ്തു. ആലപ്പുഴ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ ഇടത്തായി വിളിക്കാൻ പറഞ്ഞു. ഇടത്തായി വിളിച്ചു. പിന്നെ ഇടത്തായിൽ നിന്ന് അപ്പോൾ അവരും ഇത് കണക്ക് തന്നെ എന്തോ പാടത്തിൻ്റെ എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് അവർ പോയിരിക്കുകയായിരുന്നു പറഞ്ഞു. പിന്നെ ആലപ്പുഴയിൽ നിന്ന് തന്നെ വീണ്ടും എന്നെ അവർ തിരിച്ച് വിളിച്ചിട്ട് ഫയർഫോഴ്സുകാർ വന്നു. ഇപ്പം ഫയർഫോഴ്സുകാർ ഈ പാടത്തിൻ്റെ അവിടോട്ട് പോയിട്ടുണ്ട് തീ കെടുത്താൻ വേണ്ടി. അതിന് ചില പാടത്തിൻ്റെ നടുഭാഗം കണ്ടാണ് തീ പിടിച്ചിരിക്കുന്നത്. വാർഡിലെ മുഴുവൻ വീടുകളിലും വിഷു കൈനീട്ടവുമായി വാർഡ് മെമ്പർ. പത്തനംതിട്ട ജില്ലയിലെ കടപ്ര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് അംഗവും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശിവദാസ് യു പണിക്കരാണ് വാർഡിലെ മുഴുവൻ വീടുകളിലും വിഷു കൈനീട്ടവുമായി എത്തിയത്. നാടിൻ്റെ എല്ലാവിധമായ ആഘോഷങ്ങളും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഞാൻ എൻ്റെ വാർഡിലെ മുഴുവൻ ഭവനങ്ങളിലും വിഷു കൈനീട്ടവുമായി എത്തിച്ചേരുന്നത്. ഇതിൻ്റെ ഒരു തുടക്കമായി ക്രിസ്മസിന് മുഴുവൻ ഭവനങ്ങളിലും കേക്ക് വിതരണം ചെയ്തു. ഇനിയുള്ള എല്ലാ ആഘോഷങ്ങളിലും എൻ്റെ വാർഡിലെ ജനങ്ങളോടും എൻ്റെ നാട്ടിലെ ജനങ്ങളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ. നാടിന്റെ എല്ലാ ആഘോഷങ്ങളിലും തന്റെ വാർഡിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് പോകുന്നതിന്റെ ഭാഗമായാണ് വിഷുദിനത്തിൽ വാർഡിലെ എല്ലാ വീടുകളിലും വിഷു കൈനീട്ടം നൽകാനായി തീരുമാനമെടുത്തതെന്ന് ശിവദാസ് യു പണിക്കർ പറഞ്ഞു. കഴിഞ്ഞ ക്രിസ്തുമസിന് വാർഡിലെ മുഴുവൻ വീടുകളിലും ക്രിസ്തുമസ് കേക്കുകളും ശിവദാസ് യു പണിക്കർ എത്തിച്ചു നൽകി. കൂടാതെ തന്റെ ഓണറേറിയം വാർഡിലെ 20 രോഗികൾക്ക് ചികിത്സാ സഹായമായി വിതരണം ചെയ്യുകയുമാണ് ഇദ്ദേഹം. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ കുട്ടനാടിന് വിഷു കൈനീട്ടവുമായി 3 RO പ്ലാന്റുകൾ സമ്മാനിച്ചു. ഫൗണ്ടേഷന്റെ ശാന്തി തീർത്ഥം പദ്ധതിയുടെ ഭാഗമായാണ് RO പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകിയത്. നമസ്കാരം. ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെയും ഈ വിഷുവേളയിൽ നമ്മുടെ കുട്ടനാടിന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരുക്കുന്ന സ്നേഹ സമ്മാനം ശാന്തി തീർത്ഥം. കുട്ടനാടിലെ ശുദ്ധജലക്ഷാമം നേരിടുന്ന കണ്ടങ്കരി, മുരിക്കോൽമുട്ട്, നെടുമുടി വാർഡുകളിലെ 1000-ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം നൽകുക എന്ന ലക്ഷ്യത്തോടെ 3 സോളാർ ഓട്ടോമേറ്റഡ് RO പ്ലാന്റുകളുടെ പ്രവർത്തനം ഏപ്രിൽ 14 ആരംഭിക്കുകയാണ്. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ശാന്തി തീർത്ഥം പദ്ധതിയുടെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഈ സംരംഭം വഴി ഓരോ കുടുംബത്തിനും ദിവസേന 20 ലിറ്റർ വെച്ച് 4000-ഓളം പേർക്ക് സൗജന്യമായി കുടിവെള്ളം ലഭിക്കും. കുട്ടനാടിന് അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനും ഒപ്പം വിശ്വശാന്തി ഫൗണ്ടേഷനും ഒരുക്കുന്ന ഒരു വിഷു കൈനീട്ടം ശാന്തി തീർത്ഥം. കുട്ടനാട്ടിലെ ശുദ്ധജലക്ഷാമം നേരിടുന്ന കണ്ടങ്കരി, മുരിക്കോൽമുട്ട്, നെടുമുടി വാർഡുകളിലെ 1000-ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്കാണ് കുടിവെള്ളം നൽകുക എന്ന ലക്ഷ്യത്തോടെ 3 സോളാർ ഓട്ടോമേറ്റഡ് RO പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകിയത്. പ്ലാന്റുകളുടെ പ്രവർത്തനം മേടമാസം 1-ാം തീയതി ആരംഭിച്ചു. ഈ സംരംഭം വഴി ഓരോ കുടുംബത്തിനും ദിവസേന 20 ലിറ്റർ വെച്ച് 4000-ഓളം പേർക്ക് സൗജന്യമായി കുടിവെള്ളം ലഭ്യമാകും. ഇനിയുള്ള വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കറിന്റെ 135-ാം ജന്മദിനം ആഘോഷിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ജയന്തി സമ്മേളനം മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാജു ഉദ്ഘാടനം ചെയ്തു. ജയ് ജയ് ബാബാ സാഹിബ്, ജയ് ജയ് ബാബാ സാഹിബ്. തുല്യമാണെന്നുള്ളതാണ്. ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ അവകാശമാണ്. ഇക്വാളിറ്റി ഇപ്പോൾ
എല്ലാവരും തുല്യരാണെന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും തുല്യരാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും തുല്യരാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഭരണഘടനയിലൂടെ അദ്ദേഹം നിഷ്കർഷിക്കുകയും പോരാട്ടങ്ങളിലൂടെ നേടിയെടുക്കുകയുമാണ് അത് ചെയ്തത്. മനുഷ്യ സാമൂഹ്യ നീതിയല്ല, മനുഷ്യനെ മനുഷ്യരായിട്ട് കാണണം, എല്ലാവരെയും തുല്യരായിട്ട് കാണണം. കാലാകാലങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്ന് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് BR രാജു പറഞ്ഞു. രക്ഷാധികാരി CD മോഹനൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AJ രാജൻ, വൈസ് പ്രസിഡന്റുമാരായ മോഹനൻ ഇട്ടിക്കൽ, സജിമോൻ റാന്നി, സുരേഷ് പള്ളിയടി, ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ സുരേഷ് ലബക്കട, KK രാജു കുട്ടനാട്, സംസ്ഥാന സെക്രട്ടറിമാരായ ശശികുമാർ വാരാപുഴ, സജികുമാർ പെരുമ്പായിക്കാട്, സെക്രട്ടറി ദിലീപ് ആപ്പിശ്ശേരി, മഹിളാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ഓമന ശശികുമാർ, ജനറൽ സെക്രട്ടറി KK ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ ദുരൂഹ മരണത്തിൽ സഭ അനുശോചനവും പ്രതിഷേധവും രേഖപ്പെടുത്തി. നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നഗരത്തിൽ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ഇന്ന് പവന് 1040 രൂപ ഉയർന്നു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,13,920 രൂപയായി. 22 കാരറ്റ് 1 ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 14,240 രൂപയായി. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് നിരക്ക് അറിയിച്ചത്. ഇന്നലെ 1,12,880 രൂപയായിരുന്നു സ്വർണ്ണവില. അതേസമയം സംസ്ഥാനത്ത് വെള്ളി വിലയിലും വർധനവുണ്ടായി. വെള്ളി ഗ്രാമിന് 270 രൂപയാണ് വില വരുന്നത്. 10 ഗ്രാം വെള്ളിക്ക് 2,700 രൂപയാണ് വില. SNDP യോഗം ശാഖ നമ്പർ 2 ചെറുകര ജ്ഞാനേശ്വര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടികയറി. ഏപ്രിൽ 14 ആരംഭിച്ച ഉത്സവം 23-ന് സമാപിക്കും. പുലർച്ചെ 6-ന് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അഖണ്ഡ നാമജപ പാരായണം, പന്തീരടി പൂജ, മുളപൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നിവ നടന്നു. വൈകിട്ട് 5 മണിക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി മിഥുൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് പുറമെ ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ വഴിപാട്, കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടികളി, ഗുരുദേവ അനുസ്മരണ ഘോഷയാത്ര, ഗുരുദേവ പ്രഭാഷണം, ശാസ്താവിന് വിശേഷാൽ പുഷ്പാഭിഷേകം, ദേശതാലപ്പൊലി എന്നിവ നടക്കും. 10ാം ഉത്സവ ദിനമായ ഏപ്രിൽ 23-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് മോർക്കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും കുംഭകുട ഘോഷയാത്ര നടന്നു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് മോർക്കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും കുംഭകുട ഘോഷയാത്ര നടന്നു. കുംഭാഭിഷേകവും ദീപാരാധനയും തുടർന്ന് നിരവധി ഭവനങ്ങളിൽ നിന്നും കുംഭകുടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു. കൊച്ചു കിഴക്കേതിൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും വഴിപാട് ഘടകം ക്ഷേത്രത്തിലേക്ക് നടന്നു. രാത്രി 12:30-ന് കൽക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പ്രസിദ്ധമായ ഊർക്കരകം ആരംഭിക്കും. 2:30-ന് അഗ്നിപ്രവേശനത്തോടുകൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് പൂപ്പടപ്പടപ്പ്, നിവേദ്യം, പുലർച്ചെ മഞ്ഞൾ നീരാട്ട് എന്നിവ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 14,240 രൂപ, പവന് 1,31,160 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുറിച്ചി കക്കുഴി പാടശേഖരത്തിൽ നെല്ലെടുക്കാൻ നടപടിയില്ല. വിഷുദിനത്തിൽ ഉപവാസ സമരം നടത്തി കർഷകർ. വേനൽ മഴ ശക്തമായാൽ 1 വർഷത്തെ അധ്വാനം പാഴാകുമെന്ന് ആശങ്ക.
വേനൽ കടുത്തതോടെ കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിയോസ്കുകളിൽ കുടിവെള്ളം എത്തിച്ച് താൽക്കാലിക പരിഹാരം കാണണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ്. വിഷു ആഘോഷിച്ച് മലയാളികൾ. കണിക്കൊന്നയും ധാന്യശേഖരവും കണ്ട് സമൃദ്ധി പ്രതീക്ഷിച്ച് കേരളക്കര. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.